ഈ ബിടെക് കോഴ്സ് അല്ലെങ്കിൽ BCA കോഴ്സ് ഉം. ഇതിന്റെ ഒപ്പം ആഡ് ഓൺ ആയിട്ടാണോ വരുന്നത് ഈ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് ഉം. അതൊക്കെ എങ്ങനെയാണ്? ബേസിക്കലി ഇത് ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്ന ഇപ്പോൾ ബിടെക്കിന്റെ കൂടെ ബിടെക് വിത്ത് സൈബർ സെക്യൂരിറ്റി, ബിടെക് പ്ലസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കോഴ്സുകൾ അല്ലെങ്കിൽ ഒത്തിരി കോളേജുകളിൽ നടത്തുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അവർക്കിടെ യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വെറും BCA ആയിരിക്കും, നോർമൽ BCA ആയിരിക്കും അവരുടെ കോളേജിൽ ഉണ്ടാവുള്ളൂ. അവരന്നേരം കുട്ടികളെ അട്രാക്ട് ചെയ്ത് അവർ അഡ്മിഷൻ ലഭിക്കാനൊക്കെ ആയിട്ട് അവർ ബിടെക് പ്ലസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ BCA പ്ലസ് സൈബർ സെക്യൂരിറ്റി അങ്ങനെ പല കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് കിട്ടുന്ന ഡിഗ്രി വെറും BCO അല്ലെങ്കിൽ ബിടെക്കോ ആയിരിക്കും. ഈ ആഡ് ഓൺ ആയിട്ടുള്ളതിന് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. പിന്നെ ഇത് റെഗുലറായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ പോലെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർ ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ രീതിയിലുള്ള കരിക്കുലം ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ബിടെക് സൈബർ സെക്യൂരിറ്റി എന്നുള്ള പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡയറക്റ്റ് BCA സൈബർ ഫോറൻസിക് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണെന്ന് നോക്കി അത് ഡയറക്റ്റ് പ്രോഗ്രാംസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുട്ടികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം.